ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ് മരുഭൂമിയിലെ അനുഭവം. മരുഭൂമിയിലെ അനുഭവം. ഇതിനകം 11 കാര്യങ്ങൾ നാം ചിന്തിച്ചു കഴിഞ്ഞു. ഇന്ന് 12ാമത്തെ കാര്യം നാം ചിന്തിക്കാൻ തുടങ്ങുകയാണ്. വചനം ശ്രദ്ധിക്കുക, വചനം കേൾക്കുക, വചനം പഠിക്കുക, വചനം പഠിക്കുകയും വചനം പ്രസംഗിക്കുകയും ചെയ്യുക. ഓരോരുത്തരും സുവിശേഷകരായി മാറുക. വചനം പഠിക്കുക, വചനം പഠിപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. വചനം ധ്യാനിക്കുക, വചനത്തിൽ വളരുക. ഈ ഉറക്കം വരാത്ത രാത്രികളിൽ ചിലപ്പോൾ ചില പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും രോഗമോ ഒക്കെ ആയിട്ടായിരിക്കാം ഉറക്കം വരാത്ത രാത്രികളിൽ നിങ്ങൾ വചനം ഉരുവിടണം. വേദപുസ്തക വാക്യങ്ങൾ കാണാതെ പറയണം. എനിക്ക് രോഗമായിട്ട് ചിലപ്പോൾ ഉറക്കം വരാത്ത രാത്രികളുണ്ടായിരുന്നു. വേദനയുടെ കൂടുതലുണ്ടല്ല, എന്തുകൊണ്ടോ ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഉറക്കം വരാനുള്ള മരുന്നൊന്നും ഞാൻ കഴിച്ചില്ല. ഞാൻ ഉറക്കം വരാതെ കിടക്കുമ്പോൾ ഞാൻ വേദവാക്യങ്ങൾ, കാണാതറിയാവുന്ന വേദവാക്യങ്ങൾ ഇങ്ങനെ ഉരുട്ടുകൊണ്ടിരുന്നു. വേദവാക്യങ്ങൾ പറഞ്ഞുകൊണ്ട് കിടക്കുമ്പോഴേക്കും അറിയാതെ ഉറങ്ങിക്കഴിയും. വേദവാക്യങ്ങൾക്കൊരു പ്രത്യേക ശക്തിയുണ്ട്, വചനത്തിൻ്റെ ശക്തി. വചനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. വചനം ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയാണ്. വചനത്തിൻ്റെ ശക്തി അത് നാം അനുഭവിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയം ഉണരുന്നത്, നമ്മുടെ ജീവിതം പ്രകാശമാനമാകുന്നത്.
പലതരത്തിലുള്ളതായ അന്ധകാരമുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ. ഭാരങ്ങൾ, ആകുലങ്ങൾ, സങ്കടങ്ങൾ, രോഗങ്ങൾ, എന്തെല്ലാമാണ്. ഇന്ന് മനുഷ്യരെ പൈസയ്ക്ക് വേണ്ടി ഞെരുങ്ങുന്നു, വിഷമിക്കുന്നു, കടം വന്ന് കൂടുന്നു. കടം വല്ലാതെ വലയ്ക്കുന്നു, കുടുംബജീവിതത്തെ ഉലയ്ക്കുന്നു, വ്യക്തി ജീവിതത്തെ തകർക്കുന്നു, മനസ്സമാധാനം കെടുത്തുന്നു. കടത്തിൽ മുങ്ങി വലയുന്ന അനേകം ആളുകൾ, ഒരു മുന്നോട്ട് പോകാൻ വഴി കാണാതെ വിഷമിക്കുന്ന ആളുകൾ. എന്നാൽ വേദപുസ്തകത്തിലെ വചനം കേൾക്കുകയും കർത്താവായ യേശുവിൻ്റെ വചനം ധ്യാനിക്കുകയും വചനം ശ്രദ്ധിക്കുകയും വചനം ഉരുവിടുകയും ചെയ്യുമ്പോൾ നമ്മിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒഴുകി വരുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മിലേക്ക് ഒഴുകി വരും. ആശ്വാസം നമുക്ക് ലഭിക്കും. വചനം ആശ്വാസമാണ്, വചനം സമാധാനമാണ്, വചനം നമുക്ക് സംതൃപ്തി തരും, വചനം നമുക്ക് സന്തോഷം തരും. അതുകൊണ്ട് വചനം നാം ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം. വളരെ വചനം ശ്രദ്ധിക്കുക, ഒരു അക്ഷരം പോലും ഇടാതെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം, വചനം കേട്ടുകൊണ്ടിരിക്കണം. വചനം പറയുന്നയാളുടെ മുഖത്തേക്ക് നോക്കി ശ്രദ്ധയോടെ കണ്ണ് തുറന്ന്, കാത് തുറന്ന്, ഹൃദയം തുറന്ന്, ബുദ്ധി തുറന്ന്, മനസ്സ് തുറന്ന് വചനം കേട്ടുകൊണ്ടിരിക്കണം. വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഉണരും, നമുക്കൊരു സമാധാനം കിട്ടും. ഒരുപക്ഷേ ചില കുടുക്കിൽപ്പെട്ട ആളുകളുണ്ടാകും, പാവത്തിൽ കുടുങ്ങി കിടക്കുന്നുണ്ടാകും. ഈ മദ്യപാനത്തിൻ്റെ ബന്ധനത്തിൽപ്പെട്ട് ഉലയുന്ന മനുഷ്യജീവിതത്തിൽ വചനം അത്ഭുതകരമായി ക്രിയ ചെയ്യും, പ്രവർത്തിക്കും. മദ്യപാനം അത് ഒരു തീരാ കളങ്കമാണ് വാസ്തവത്തിൽ. അത് ആ വ്യക്തിക്ക് മാത്രമല്ല, അനന്തര തലമുറയിലേക്ക് പകരുന്ന വിഷമാണത്. അനന്തര തലമുറയിലേക്ക്, മക്കളുടെ മക്കളിലേക്കും എല്ലാം ഈ മദ്യപാനത്തിൻ്റെ വിഷം ഇങ്ങനെ പകർന്നുകൊണ്ടിരിക്കും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ മദ്യപാനത്തോടുള്ള ആസക്തി വിട്ട് ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ മക്കളുടെ മക്കളിലേക്കോ അത് വ്യാപിക്കാതെ അവിടെ വെച്ച് അത് തടഞ്ഞു കിട്ടും. അതുകൊണ്ട് ഏതൊരു പാവവും, ഒരു മദ്യപാനം മാത്രമല്ല, ഏതൊരു പാവവും അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വചനം കേൾക്കുന്ന സമയത്ത് ലഭിക്കുന്ന മഹാഭാഗ്യം അനുഭവിച്ച് വചനം സ്വീകരിച്ച് ക്രിസ്തു യേശുവിനെ നാം കൈക്കൊണ്ടാൽ അപ്പോൾ അത് എല്ലാ ശാപവും തന്മൂലം മാറിപ്പോകും. ശാപങ്ങൾ മാറിപ്പോകും. കുടുംബങ്ങളിലുള്ളതായ ശാപങ്ങൾ മാറിപ്പോകും. ബന്ധങ്ങളിലുള്ളതായ ശാപങ്ങൾ മാറിപ്പോകും. കുടുംബജീവിതത്തിലുള്ളതായ ശാപങ്ങൾ മാറിപ്പോകും. കുടുംബത്തിലുള്ളതായ അലോഹ്യങ്ങളും ഇഷ്ടക്കേടുകളും മാറിപ്പോകും. വചനം നമ്മുടെ കുടുംബത്തിലെ സമാധാനം തരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമ്മുടെ കൂട്ടായ്മയുടെ ഒരു മുദ്രാവാക്യം തന്നെ എന്താണ്? കുടുംബസമാധാനം. അതിൽ കവിഞ്ഞൊന്നുമില്ല. സമാധാനം, കുടുംബസമാധാനം, കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുക. ഇന്ന് പല കുടുംബങ്ങളിൽ സമാധാനം ഇല്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ ഉള്ളം കൊണ്ട് ചർച്ചയില്ല. സ്നേഹമാണ്. ഭർത്താവിനൊരു വേദന വന്നാൽ, ദുഃഖം വന്നാൽ, പനി വന്നാൽ ഭാര്യ സൂക്ഷിക്കും. സ്നേഹമാണ്, സ്നേഹമില്ലെന്നല്ല. പക്ഷേ ഉള്ളം കൊണ്ടുള്ള അടുത്ത് ഇഴുകിച്ചേരുന്നതായ സ്നേഹം പലയിടത്തുമില്ല. കുടുംബങ്ങളിൽ മാതാപിതാക്കളും മക്കൾ തമ്മിലുള്ളതായ സ്നേഹമില്ല. എല്ലാവർക്കും അവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ എങ്കിലും സമാധാനമില്ല. സമാധാനം വരണമെങ്കിൽ ക്രിസ്തുവിൻ്റെ വചനം ഉള്ളത്തിലേക്ക് വരണം. നിങ്ങൾക്കിപ്പോൾ ഇത് ചിലർക്കെല്ലാം മനസ്സിലാകും, ചിലർക്ക് മനസ്സിലാവുകയില്ല. കാരണം അങ്ങനെ വലിയ സമാധാനക്കേടൊന്നുമില്ല, പ്രയാസങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പോൾ അതെല്ലാം നിങ്ങൾ മനസ്സോടെ മറന്നു കളയുന്നു, പ്രയാസങ്ങളെല്ലാം മറന്നു കളയുന്നു. എന്നാൽ നിങ്ങളൊരു രൂക്ഷമായ പ്രശ്നത്തിൽപ്പെട്ട്, വളരെ ഗൗരവതരമായ ഒരു പ്രശ്നത്തിൽപ്പെട്ട് നിങ്ങൾ ഉലയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും വചനം മൂലം ലഭിക്കുന്നതായ ആശ്വാസം എന്ത് എന്ന്. പ്രശ്നമില്ലാത്ത ആളുകളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുകയില്ല. പ്രശ്നമില്ലാത്ത ആളുകളുണ്ട്, അഥവാ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കാര്യമാക്കാത്ത ആളുകളുണ്ട്. പക്ഷേ പ്രശ്നങ്ങളുടെ മുന്നിൽ തീച്ചുളയുന്ന പോലെ വെന്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഉമിത്തി നീറുന്നതുപോലെ നീറിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. മനസ്സ് ഏറ്റവും പരവശമായി ഉലഞ്ഞ് കഴിയുന്നവരുണ്ട്. ആശ്വാസം വചനം തരും. ഈ അനുഭവങ്ങൾ അതെല്ലാമാണ് മരുഭൂമിയുടെ അനുഭവങ്ങൾ. മരുഭൂമിയിൽ ഒരിറ്റ് മഴയില്ല, തണുപ്പില്ല, ഊഷരമായ മരുഭൂമി, ഉണങ്ങി വരേണ്ട മരുഭൂമി, സൂര്യപ്രകാശം മാത്രം. ആ പ്രകാശം, സൂര്യൻ്റെ ഉഗ്രമായ വെയിൽ, ആകെ തളർന്നു പോകാവുന്ന സാഹചര്യം. എന്നാൽ ആ മരുഭൂമിയിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ, ദൈവം നമ്മുടെ ഇടപെടുമ്പോൾ നമുക്ക് ആശ്വാസം കിട്ടുന്നു. അതാണ് പറഞ്ഞത്, ഞാൻ അവളെ സഭയെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. മരുഭൂമിയിൽ ചെല്ലുമ്പോൾ അപ്പോൾ ഹൃദ്യമായി സംസാരിക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? മരുഭൂമിയുടെ അനുഭവത്തിൽ കഴിയുന്നവർക്കാണ് വചനത്തിൻ്റെ മാധുര്യം കിട്ടുന്നത്. നമുക്ക് മരുഭൂമിയുടെ അനുഭവം വരുമ്പോൾ നാം നിരാശപ്പെടരുത്. കർത്താവേ, വലഞ്ഞു പോയാൽ എന്തു വേണ്ടു, വിഷമിക്കരുത്. ഈ അവസ്ഥയിലാണ് ദൈവം നമ്മുടെ ഇടപെടുന്നത്. മരുഭൂമിയുടെ അവസ്ഥയിൽ, മരുഭൂമിയുടെ വരണ്ട അവസ്ഥയിലാണ് ദൈവം നമ്മുടെ ഇടപെടുന്നത്.
മരുഭൂമിയിലേക്ക് ദൈവം നമ്മെ വശീകരിച്ച് കൊണ്ടുവന്ന്, ദൈവം നമ്മെ സ്നേഹത്തോടെ വിളിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് നമ്മൾ സംസാരിക്കുന്നു. മരുഭൂമിയുടെ ആ വരണ്ട അനുഭവത്തിൽ, ഊഷരമായ മരുപ്പറമ്പിൻ്റെ ദുഃഖപൂരിതമായ അനുഭവത്തിൽ നാം കഴിയുമ്പോൾ നമുക്ക് വലിയ സമാധാനം കർത്താവ് തരും. ആ വചനം നമുക്ക് ആശ്വാസം തരും. ക്രിസ്തു നമ്മോട് സംസാരിക്കും, ക്രിസ്തു നമ്മോട് ഇടപെടുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവരവരുടേതായ പ്രശ്നങ്ങൾ കാണും, തീർച്ചയായിട്ടും കാണും. ഓരോരുത്തർക്കും ഉണ്ടാകും. എനിക്കുമുണ്ട് പ്രശ്നങ്ങൾ, നിങ്ങൾക്കുണ്ട് പ്രശ്നങ്ങൾ. ആർക്കാണ് പ്രശ്നമില്ലാത്തത്? പ്രശ്നങ്ങളുണ്ട്. ഏറിയും കുറഞ്ഞും ഇരിക്കും, വലുതോ ചെറുതോ ആയിരിക്കും, പക്ഷേ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളുടെ ദുഃഖപൂരിതമായ അനുഭവത്തിൽ യാതനയേറ്റ് പെടയുന്ന സമയത്ത് നിങ്ങൾ ക്രിസ്തുവിൻ്റെ വചനം കൈക്കൊള്ളുക, ഹൃദ്യമായി സംസാരിക്കുന്ന ക്രിസ്തുവിൻ്റെ വചനം കൈക്കൊള്ളുക. അതുകൊണ്ടൊരിക്കലും മരുഭൂമി വേണ്ട എന്ന് പറയരുത്. കർത്താവേ, എനിക്ക് കഷ്ടത വരരുതെന്ന് പറയരുത്. ഈ ക്രിസ്തീയ ജീവിതം ഒരു പൂമെത്തിയല്ല. ക്രിസ്തീയ ജീവിതം ദുരിതം നിറഞ്ഞത് തന്നെയാണ്. എല്ലാവർക്കും ഉണ്ട് ദുരിതങ്ങൾ ഓരോ തരത്തിൽ. എന്നാൽ ഈ മുള്ള് നിറഞ്ഞ പാതയിൽ കൂടി നടന്നു പോകാൻ കർത്താവ് ഓരോ ചുവടും വയ്ക്കുവാൻ നമുക്ക് ചെറിയ ചെറിയ വിടവുകൾ കാണിച്ചു തരുന്നു. അത്രയേ ഉള്ളൂ. മുള്ള് കൊള്ളാതെ മുള്ള് നിറഞ്ഞ പാതയിൽ കൂടി നാം വളരെ സൂക്ഷിച്ച് നാം നടക്കുന്നു. കാലിൽ മുള്ള് കൊള്ളാതെ നാം വളരെ ശ്രദ്ധിച്ച് നടക്കുന്നു. കർത്താവ് ഇതിൻ്റെ ഇടയ്ക്ക് ഓരോ ചുവട് വയ്ക്കാനുള്ളതായ മാർഗം കർത്താവ് കാണിച്ചു തരും. അങ്ങനെ വളരെ സൂക്ഷിച്ച് നടക്കേണ്ട ഒരു പാതയാണ് ക്രിസ്തീയ ജീവിതം. അതുകൊണ്ട് ഇവിടെ നമുക്ക് മുള്ളുണ്ട്, കഷ്ടപ്പാടുണ്ട്, രോഗമുണ്ട്, ഭാരമുണ്ട് എന്ന് പറഞ്ഞ് നിരാശപ്പെടുകയല്ല വേണ്ടത്. ഇത് വെറും ഭംഗിയൊക്കെ പറയുകയല്ല. പരിഹാരം തരാൻ കഴിവുള്ള ഒരാളുണ്ട്. നിങ്ങളുടെ മനോവേദനകൾക്ക് ആശ്വാസം തരാൻ കഴിവുള്ള ഒരാളുണ്ട്. നിങ്ങൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാൻ കഴിവുള്ള ഒരാളുണ്ട്. നിങ്ങളുടെ യാതനകൾക്കും നിങ്ങളുടെ വേദനകൾക്കും പൊറുതി തരാൻ കഴിവുള്ള ഒരാളുണ്ട്. കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിനെ നിങ്ങൾ കാണുക, യേശുക്രിസ്തു നിങ്ങൾ വിശ്വസിക്കുക. ക്രിസ്തു ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതൊരു പരമ യാഥാർത്ഥ്യമാണ്. ഇത് വെറുതെ കേട്ടുപോകേണ്ട പ്രസംഗവാക്കല്ല. യേശുക്രിസ്തു ജീവിക്കുന്നു. ഇന്ന് നാം എല്ലാവരും ഇവിടെ ഇങ്ങനെ കൂടിയിരിക്കുന്നു. ഇത്രയും ആളുകൾ കൂടുതൽ ഹോൾ നിറഞ്ഞ ആളുകളുണ്ട്. വളരെ നല്ലത്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ നാം ആരും അറിയാതെ ഒരാൾ നമ്മുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ഇടയിൽ വന്ന് നിൽക്കുന്നുണ്ട്. നാം കാണുന്നില്ല. നമ്മുടെ ഈ പുറമെയുള്ള കണ്ണുകൊണ്ട് നോക്കിയാൽ കാണുകയില്ല. പക്ഷേ യേശുക്രിസ്തു നമ്മുടെ ഇടയിലുണ്ട്. ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കണം, വചനം പറയുന്ന ആളല്ല, വചനം പറയുന്ന ഏതെങ്കിലും വ്യക്തിയല്ല. കർത്താവേ, ഇന്ന് എൻ്റെ യേശു എന്നോട് സംസാരിക്കണം, യേശു എന്നെ തൊടണം, യേശുവിൻ്റെ വചനം എന്നെ സ്പർശിക്കണം, യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണം, യേശുവിൻ്റെ തിരുവചനം കേട്ട് എൻ്റെ ഉള്ളം ഉണരണം, എൻ്റെ ഉള്ളം നിറയണം. കർത്താവേ, ഇന്ന് നീ എന്നോട് സംസാരിക്കണം. ഈ ഒരു പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ മരുഭൂമിയുടെ അനുഭവത്തിൽ കഴിയുന്നവർക്ക് ആശ്വാസം വരുന്ന ദൈവത്തിൻ്റെ വചനം നമുക്ക് ലഭിക്കും. അങ്ങനെ നമുക്ക് ആശ്വാസം ലഭിക്കും. മരുഭൂമിയുടെ അനുഭവത്തിൽ നാം ചിന്തിച്ചു വന്ന അനേകം കാര്യങ്ങളുണ്ടല്ലോ. അത് ഇപ്പോൾ ഓരോന്നെടുത്ത് ഞാൻ പറയുന്നില്ല. എന്നാൽ ഇന്ന് 12ാമത്തെ അനുഭവം പറയുകയാണ്. മരുഭൂമിയുടെ 12ാമത്തെ അനുഭവം നമുക്ക് വായിക്കാം. സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 33-34 വാക്യങ്ങൾ വായിക്കാം. അനന്തരം അവർ യഹോവയുടെ പർവ്വതം വിട്ട് 3 ദിവസത്തെ വഴി പോയി. യഹോവയുടെ നിയമപെട്ടകം അവർക്ക് വിശ്രാമസ്ഥലം അന്വേഷിക്കേണ്ടതിന് 3 ദിവസത്തെ വഴി മുമ്പോട്ട് പോയി. പാളയം പുറപ്പെട്ടപ്പോൾ യഹോവയുടെ മേഘം പകൽ സമയം അവർക്ക് മീതെ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. യഹോവയുടെ മേഘം അവർക്ക് മീതെ ഉണ്ടായിരുന്നു. അത് പരിശുദ്ധാത്മാവാണ്. യഹോവയുടെ മേഘം, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അവർക്കുണ്ടായിരുന്നു. കുറച്ചുങ്ങളിലല്ല, 6 ലക്ഷം പേരാണ്. 600,000 ആളുകൾ, 6 ലക്ഷം പേര്. ഈ 6 ലക്ഷം പേര് പോകുക എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ചിന്തിക്കാൻ പറ്റുമോ? ഇത്രയേറെ ജനം ഒരുമിച്ച് നീങ്ങുകയാണ്. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളൊക്കെ ഉണ്ട്. 6 ലക്ഷം പുരുഷന്മാർ തന്നെയുണ്ട്. സ്വാഭാവികമായിട്ടും 6 ലക്ഷം സ്ത്രീകളുണ്ടായിരിക്കും. 12. ഒരു കുടുംബത്തിൽ കുറഞ്ഞത് ഒരു 2 കുട്ടികളെ കണക്കാക്കിയാലോ എത്രയായി? എണ്ണം പിന്നെയും വർദ്ധിക്കുന്നു. 6 ലക്ഷം പുരുഷന്മാർ തന്നെയുണ്ട്. നാം അത്ഭുതപ്പെടും. നാം ചിന്തിക്കുന്ന പോലെയല്ല. ചെങ്കടൽ പിളർന്നവർ നടത്തിയെന്ന് പറയുന്നു. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ജനം ചെങ്കടലിങ്കൽ ചെന്നു. ചെങ്കടൽ കടക്കുവാൻ അവർക്ക് വേണ്ടി ചെങ്കടൽ വഴിമാറി. കടലിലെ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. ചെങ്കടൽ, റെഡ് സീ, അത് 2 വശത്തേക്കും വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. ഒരു 10 അടിയോ 100 അടിയോ ഒന്നും അല്ല മാറിയത്. മൈലുകൾ മാറിയെങ്കിലേ ഈ ആളുകൾ കടന്നു പോകാൻ പറ്റുള്ളൂ. മൈലുകൾ കടലിലെ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. ദൈവത്തിന് സ്തോത്രം. അത്ഭുതങ്ങളുടെ അത്ഭുതം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം. ഞാൻ ആശയോട് പറയുകയാണ്, നിങ്ങളിന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എനിക്കൊരത്ഭുതം ലഭിക്കണം. ഇന്ന് ഒരത്ഭുതം, മഹാത്ഭുതം ലഭിക്കണം. എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കണം. ഈ ചെങ്കടൽ മാറി എന്ന് പറയുന്നത് അത് ചരിത്രത്തിലെ സംഭവമാണ്. അതിന് ബുദ്ധിരാക്ഷസന്മാരായ ആളുകളെ ചുമ്മാ അതിനെ കളിയാക്കി പറയുന്നുണ്ട്. അന്ന് വേലിയേറ്റം ഉണ്ടായിരുന്നു, അല്ല വേലിയിറക്കമായിരുന്നു എന്നൊക്കെ പറയും. വേലിയിറക്കവും വേലിയേറ്റവും ഒന്നുമല്ല.
അന്ന് നടന്നത് അവിടെയുള്ള വെള്ളം നിത്യനായ ദൈവം അങ്ങോട്ടും ഇങ്ങോട്ടും പനമ്പ് തെറുക്കുന്നത് പോലെ തെറുത്ത് മാറ്റി മൈലുകളിൽ വെള്ളം ചെങ്കടലിൽ മാറി നിന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ 600,000 അക്കരെ കടന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇതുപോലെ ഞങ്ങൾക്കും പോകാമല്ലോ എന്ന് വിചാരിച്ച് ഫറവോനും സൈന്യം അങ്ങോട്ട് ഇറങ്ങി. ഇവർ പോയ വഴി അത് നമുക്ക് പോകാമല്ലോ, കുഴപ്പമില്ലല്ലോ, വെള്ളമില്ലല്ലോ. അവരിറങ്ങി. അവരെല്ലാവരും കടലിൻ്റെ നടുക്ക് ആയി കഴിഞ്ഞപ്പോഴേക്കും പഴയപോലെ വെള്ളം വീണ്ടും വന്ന് മൂടി ഫറവോനും സൈന്യവും വെള്ളത്തിനിടയിലായിപ്പോയി. നോക്കൂ, നിത്യനായ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. എന്നും ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നതിനാണ്. നിങ്ങൾ വിശ്വസിക്കൂ, ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നതിനാണ്. മാനുഷികമായ ബുദ്ധിയിൽ ഒതുങ്ങാത്തതായ രീതിയിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നതിനാണ്. അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ ഒരു നല്ല ബുദ്ധിമാനായ ഒരു മനുഷ്യൻ, ബുദ്ധിജീവിയായ മനുഷ്യൻ ഒരു കോളേജിൽ ചെന്ന് അദ്ദേഹം ഒരു പ്രസംഗം ചെയ്യുകയായിരുന്നു. കോളേജിൽ എല്ലാ വിദ്യാർത്ഥികളും വന്നിട്ടുണ്ട്, ഹാള് നിറയെ വിദ്യാർത്ഥികളുണ്ട്. അദ്ദേഹം വേദപുസ്തകത്തിൻ്റെ വിശ്വാസ്യത എന്നുള്ളതായിരുന്നു വിഷയം. വേദപുസ്തകം വിശ്വസിക്കാൻ കൊള്ളാമോ? അദ്ദേഹം പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ചെങ്കടൽ പിളർന്നു എന്ന് പറയുന്നതൊന്നും അതൊന്നും അങ്ങനെയല്ല, അതിൻ്റെ അർത്ഥം അങ്ങനെയൊന്നുമല്ല. ആളുകൾക്ക് നടന്നു പോകാൻ ഒരു കാലിൻ്റെ കണങ്കാല് വരെ വെള്ളം ഉണ്ട്, അങ്ങ് നടന്നു പോയി എന്നേ ഉള്ളൂ. അതായത് മുഴുവനും ഉണങ്ങിയ നിലം പോലെയായി എന്നൊക്കെ പറയുന്നത് അങ്ങനെയൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല. കണങ്കാലിന് വെള്ളം കാണുമായിരിക്കും. ഉടനെ പിറകിൽ നിന്ന് ഹാലേലുയ്യ എന്നൊരു ശബ്ദം കേട്ടു. ഹാലേലുയ്യ ഒരു സ്റ്റുഡൻറ്റ് വിളിച്ചു പറഞ്ഞതാണ്. അത് ചോദിച്ചു, എന്താ ഇപ്പോൾ ഇവിടെ സ്തുതിക്കാൻ പ്രത്യേകിച്ച് കാര്യം? സ്റ്റുഡൻറ്റ് എഴുന്നേറ്റു. സാറേ, അതല്ല ഞാൻ ശ്രദ്ധിച്ചതല്ല, ഈ കണങ്കാലിലെ വെള്ളത്തിൽ ഈ എല്ലാം ഈ കണ്ട ആളുകളെല്ലാവരും മുങ്ങിച്ചത്തു എന്ന് പറയുന്നത് എന്തൊരു അത്ഭുതം! അതൊരു മഹാത്ഭുതമാണല്ലോ. കണങ്കാലിലെ വെള്ളമേ ഉള്ളൂ, അതിലും ആളുകളെല്ലാം മുങ്ങിച്ചത്തു. ഈ വന്ന ആളുകളെല്ലാം മുങ്ങിച്ചത്തു എന്ന് പറഞ്ഞാൽ, ഫറവോനും സൈന്യം മുങ്ങിച്ചത്തു എന്ന് പറഞ്ഞാൽ, കണങ്കാലിൽ വെള്ളം ഉള്ളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും സാറേ? അദ്ദേഹം പ്രസംഗം നിർത്തി. കുട്ടികളെല്ലാവരും കൈയടിച്ചു. കാരണം ഈ കൊച്ചൻ അവൻ വിശ്വാസിയായിരുന്നു, ആ സ്റ്റുഡൻറ്റ് വിശ്വാസിയായിരുന്നു. ഈ ദൈവത്തിൻ്റെ വചനത്തെ അവിശ്വസിക്കുവാൻ പ്രേരിപ്പിച്ച പ്രസംഗകനെ അവർ അവിടെ നിന്ന് മാറ്റിക്കളഞ്ഞു, അവിടെ നിന്ന് വിട്ടുകളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുക. എങ്ങനെ വിശ്വസിക്കും? കണ്ണുടച്ച് വിശ്വസിക്കുക. കർത്താവിന് സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുന്നു. നിങ്ങൾ കണ്ടായിരുന്നോ സ്വാതന്ത്ര്യം കിട്ടിയത്? എന്ന് വിശ്വസിക്കുന്നില്ലേ? വിശ്വസിക്കുന്നു. നമുക്കറിയാം, വിശ്വസിക്കുന്നു. മഹാത്മജി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തെന്ന് പറഞ്ഞു. മഹാത്മജി കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പക്ഷേ വിശ്വസിക്കുന്നു. അല്ല, ശ്വാസോച്ഛ്വാസം, നാം ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു. ഓക്സിജനെ കണ്ടാൽ ഞാൻ വിശ്വസിക്കാം, കാണാൻ പറ്റുമോ? ഓക്സിജനെ കണ്ടാൽ ഞാൻ വിശ്വസിക്കാം, കാണാൻ പറ്റുകയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ബുദ്ധി കൊണ്ട് അളക്കാൻ പറ്റുകയില്ല പല കാര്യങ്ങളും. വിശ്വസിക്കുകയേ പറ്റൂ. വിശ്വസിക്കുക. ഒരിക്കൽ ഈ ഇംഗ്ലണ്ടിൽ നിന്ന് ആഫ്രിക്കയിലേക്ക്, ആഫ്രിക്കയിലെ സ്ഥിതികൾ പഠിക്കാനായിട്ട് ഒരാൾ പോയി. സ്ഥിതികൾ എന്ന് പറയാൻ, ആഫ്രിക്ക ഡാർക്ക് കോണ്ടിനെൻറ്റ്, ഇരുണ്ട ഭൂഖണ്ഡമായിരുന്നല്ലോ, പരിഷ്കാരമില്ലാത്ത നാടായിരുന്നല്ലോ. നീഗ്രോകളുടെ നാട്, പരിഷ്കാരമില്ല. മനുഷ്യനെ പച്ചനെ തിന്നുന്ന മനുഷ്യർ, അങ്ങനെയുള്ള ആളുകൾ. പക്ഷേ അവർക്ക് പരിഷ്കാരമൊക്കെ ഉണ്ടായി, അവർക്ക് സംസ്കാരം ഉണ്ടായി, നരഭോജികൾ അവരെല്ലാം നല്ല മനുഷ്യരായി തീർന്നു, വിദ്യാഭ്യാസം ഉണ്ടായി, മാറ്റങ്ങൾ വന്നു. ആഫ്രിക്കയെ എന്തുമാത്രം ഉണർന്നു എന്നറിയാനായിട്ട് ഈ സഞ്ചാരിയായ മനുഷ്യൻ അദ്ദേഹം ആഫ്രിക്കയിലെത്തി. അദ്ദേഹം സഞ്ചരിച്ച് വന്നപ്പോൾ ഒരു നീഗ്രോ കുടിലെത്തി. ഒരു വൃത്ത സ്ത്രീ മാത്രമേ അവിടെയുള്ളൂ. ഒരു നീഗ്രോ കുടിലൊരു വൃത്ത സ്ത്രീ. ആ സ്ത്രീ അവരിരുന്ന് വേദപുസ്തകം വായിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ആ സ്ത്രീ എഴുന്നേറ്റു. ചോദിച്ചു, അപ്പോൾ നിങ്ങൾ എന്തായി വായിച്ചുകൊണ്ടിരിക്കുന്നത്? വേദപുസ്തകം, സത്യവേദപുസ്തകം. അപ്പോൾ നിങ്ങളിപ്പോഴും വേദപുസ്തകം വായിക്കുമോ? അതെന്താ? അല്ല, നിങ്ങൾ കുറച്ച് പരിഷ്കാരം കിട്ടി നിങ്ങൾ വിചാരിച്ചു. ഞങ്ങളവിടെ കേട്ടത് നിങ്ങളുടെ സംസ്കാരം ഉണ്ടായി, വിദ്യാഭ്യാസം ഉണ്ടായി, പരിഷ്കാരം ഉണ്ടായി എന്നൊക്കെയാണ് ഞങ്ങൾ കേട്ടത്, അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. അതെന്താ, പരിഷ്കാരം ഉണ്ടായാൽ വേദപുസ്തകം വായിക്കരുതോ? അല്ല, ഇത്തിരി വിദ്യാഭ്യാസവും ബോധമുള്ളവരാരും വേദപുസ്തകം വായിക്കില്ലല്ലോ, പഴഞ്ച പുസ്തകമല്ലേ, ഇതിലുള്ളതുപോലെ സത്യമാണോ? ആ സ്ത്രീ ചോദിച്ചു, എന്താ അങ്ങനെ പറയാൻ കാരണം? അല്ല, ഈ വേദപുസ്തകം എഴുതിയിട്ടില്ലേ, ഒരു മനുഷ്യനെ കടലിൽ ഒരു മത്സ്യം വിഴുങ്ങി, ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ 3 ദിവസം കിടന്നു, എന്നിട്ട് ആ മനുഷ്യൻ കരയിൽ ഛർദ്ദിച്ചു, ആ മനുഷ്യൻ പ്രസംഗിച്ച് നടന്നു എന്നൊക്കെ എഴുതിയിട്ടില്ല. ഇത് സത്യമാണോ? ഇത് വിശ്വസിക്കാൻ പറ്റുമോ? ബുദ്ധിയുള്ളവരാരെങ്കിലും വിശ്വസിക്കുമോ? സാഹിബ് ചോദിച്ചപ്പോൾ ഈ സ്ത്രീ സാഹിബിന് നേരെ വിരൽ ചൂണ്ടി. സാഹിബ്, ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ വേദപുസ്തകം അല്ലായിരുന്നു എങ്കിൽ ഇത്രയും നേരം സംസാരിക്കുന്ന അവസരം ഉണ്ടാവില്ലായിരുന്നു.
നിങ്ങളുടെ ഈ കൊഴുത്ത ശരീരം എൻ്റെ വറപ്പ് ചെടിയിൽ കിടന്ന് പൊരിഞ്ഞേനെ. ഞങ്ങൾ പച്ചമാംസം തിന്നവരാണ്, മനുഷ്യനെ കൊന്ന് തിന്നവരാണ്, മനുഷ്യനെ പൊരിച്ച് തിന്നുന്നവരാണ്. നിങ്ങൾക്ക് ഇത്രയും സംസാരിക്കാൻ അവസരം കിട്ടില്ലായിരുന്നു. ഈ വേദപുസ്തകമാണ് ഞങ്ങളെ മാറ്റിയത്. ഞങ്ങളെ പരിഷ്കാരമുള്ളവരാക്കി മാറ്റി, മനസ്സംസ്കാരമുള്ളവരാക്കി മാറ്റി. സാഹിബ് ലജിച്ചു. പ്രിയപ്പെട്ടവരെ, അവർക്ക് വേദപുസ്തകത്തിൽ തിരുവചനത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് നമുക്ക് വിശ്വസിക്കാം, ധൈര്യമായി വിശ്വസിക്കാം. ധൈര്യമായിട്ട് നമ്മൾ ബുദ്ധിയിൽ മനസ്സാവില്ലായിരിക്കും. ഞാൻ ഒരവസരത്തിൽ തൃപ്പൂണിത്തുറയിൽ വന്ന അവസരത്തിൽ നമ്മുടെ കണ്ടത്തിലച്ഛൻ അച്ഛൻ്റെ വീട്ടിൽ എന്നെ വിളിച്ചുകൊണ്ട് പോയി. അച്ഛൻ്റെ വീട്ടിൽ വെറുതെ വിളിച്ചുകൊണ്ട് പോയി. അന്ന് നടമേപ്പള്ളിയിൽ പ്രസംഗത്തിന് വന്നതാണ്. എന്നെ വിളിച്ചുകൊണ്ട് പോയി. അച്ഛൻ ഒരു കുറേ ഇത് കാണിച്ച് കാണുന്നു, വലിയ ചില ഫോട്ടോകൾ. അതിൽ ഒരു മനുഷ്യനല്ല, എത്രയോ മനുഷ്യരെ വിഴുങ്ങാൻ പാകത്തിലുള്ള വലിയ കടൽ ജീവികളുണ്ട് എന്ന് അച്ഛൻ എനിക്ക് കാണിച്ചു തന്നു. ഒരു മനുഷ്യനല്ല, 36 മനുഷ്യരെ ഒരു സമയം വയറ്റിൽ ഉൾക്കൊള്ളാത്തക്ക കടൽ ജീവികളുണ്ട്, കടൽ മത്സ്യങ്ങളുണ്ട്. നിങ്ങൾ വിശ്വസിക്കാൻ പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് കൊടിയ പ്രശ്നമാണെങ്കിലും നിങ്ങൾ വിശ്വസിക്കൂ, പരിഹാരകനുണ്ട്, പരിഹാരമുണ്ട്. പരിഹാരകനുണ്ട്, പരിഹാരമുണ്ട്. നിങ്ങൾ വിശ്വസിക്കൂ. എത്ര കൊടിയ യാതനയാണെങ്കിലും, ഏത് ഭീകരമായ പ്രശ്നമാണെങ്കിലും, എത്ര നമുക്ക് ചിന്തിക്കാൻ വയ്യാത്ത രീതിയിലുള്ളതായ ദുരിതമാണെങ്കിലും നിങ്ങൾ വിശ്വസിക്കൂ, പരിഹാരകനുണ്ട്, പരിഹാരവുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് യേശുക്രിസ്തു പരിഹാരനായിട്ടുണ്ട്. യേശുക്രിസ്തു ജീവിക്കുന്നു. യേശുക്രിസ്തു ജീവിക്കുന്നു എന്നുള്ളത് തന്നെ വലിയൊരു അത്ഭുതമാണ്. യേശുക്രിസ്തു ജീവിക്കുന്ന ക്രിസ്തു. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് അവിടെ ഇരിക്കുന്നു, നമ്മൾ ഇത്രയും ആളുകൾ ഇരിക്കുന്നു. നമ്മുടെ മൊത്തത്തിൽ യേശുണ്ട്. ഇതങ്ങ് വിശ്വസിക്കുക. ക്രിസ്തു ഇവിടെയുണ്ട്, വിശ്വസിക്കുക. ഒരു വളരെ ബഹുമാന്യനായ ഒരാൾ എന്നെ കാണാൻ വന്നു. വളരെ ബഹുമാന്യനായ ഒരാളാണ്, ആളെ ഞാൻ പറയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം പറഞ്ഞു, സാറിന് ഈ ക്രിസ്തുവിൻ്റെ പ്രസൻസ് അത് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ, എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു, സ്റ്റിൽ നൗ ഹീസ് ഹിയർ. ഞാൻ പറഞ്ഞു, ഇപ്പോൾ യേശു ഇവിടെ തന്നെയുണ്ട്, ഇവിടെയുണ്ട്, യേശു എൻ്റെ അരികത്തുണ്ട്. സാറെങ്ങനെയാണ് അറിയുന്നത്? ഞാൻ പറഞ്ഞു, അത് എൻ്റെ അനുഭവമാണ്, എൻ്റെ അനുഭവമാണ്. കണ്ണുകൊണ്ട് ഞാൻ കാണുന്നു പറയുന്നത് പോലെ തന്നെ ഒരു അനുഭവമാണ് യേശു എൻ്റെ അരികത്തുണ്ട് എന്നുള്ളത്. അദ്ദേഹം അത്ഭുതത്തോടെ എന്നോട് സംസാരിച്ചു. സാറേ, അതൊരു അപൂർവമായ അനുഭവമാണല്ലോ, ആ അനുഭവം എങ്ങനെ കിട്ടാൻ പറ്റും? ഉന്നതനായ ഒരു മനുഷ്യനാണ്. ഞാൻ പറഞ്ഞു, മാർഗം മറ്റൊന്നുമില്ല, വിശ്വസിച്ചാൽ മാത്രം മതി. വിശ്വസിക്കുക, ക്രിസ്തു ജീവിക്കുന്നുവെന്ന് വിശ്വസിക്കുക. ജീവിക്കുന്ന ക്രിസ്തു ഇവിടെയുണ്ട്. യേശു ക്രിസ്തു ജീവിക്കുന്നു വിശ്വസിക്കുക. ക്രിസ്തുവിനെ വിശ്വസിച്ച്, കർത്താവേ നീ എൻ്റെ അരികത്ത് വരണമേ, ഇനി മുതൽ ഞാൻ നിൻ്റെ സ്വന്തമെന്ന് തീരുമാനിച്ചാൽ, നിൻ്റെ തിരുമാറിൽ നിന്നൊഴിയ തിരുരക്തത്താൽ എന്നെ കഴുകണമേ എന്ന് പ്രാർത്ഥിച്ച് വിശ്വസിച്ചാൽ, വാസ്തവമായും കഴിഞ്ഞകാല ജീവിതത്തിലെ പാപങ്ങളെല്ലാം കഴുകിത്തരും. മാത്രമല്ല, ക്രിസ്തു അരികത്ത് വരികയും ക്രിസ്തു അനുഗ്രഹം തരികയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ വിശ്വസിക്കുക, കർത്താവായ യേശു ക്രിസ്തു അരികത്തുണ്ട്. യേശു ക്രിസ്തു അരികത്തുണ്ട്. മരുഭൂമിയിൽ കൂടി കടന്നു പോകുന്ന ജനത്തിന് നേരത്തെ മുൻകൂട്ടി 3 ദിവസത്തെ വഴി അപ്പുറം പോയി അവർക്ക് വഴിയൊരുക്കി. ദൈവം വഴിയൊരുക്കുന്നവനാണ്. ദൈവം മുകളിൽ കൂടി മേഘം അവരെ വഹിച്ചുകൊണ്ട് പോവുകയാണ്. താഴെ മനുഷ്യൻ നടക്കുന്നു, മുകളിൽ മേഘം നിൽക്കുന്നു. എന്താണത്? മേഘം അവർക്ക് തണൽ വിരിച്ചു. ഈ ഉഷ്ണക്കാറ്റേറ്റ് പിടയുന്ന മനുഷ്യന് തണൽ കൊടുക്കാൻ മേഘം മുകളിൽ നിന്നു. ആ മേഘമാണ് പരിശുദ്ധാത്മാവ്, നിത്യനായ ദൈവത്തിൻ്റെ മേഘം, ദൈവത്തിൻ്റെ തേജസ്. ആ വാക്യം ഒന്നുകൂടി വായിക്കാം. അനന്തരം അവർ യഹോവയുടെ പർവ്വതം വിട്ട് 3 ദിവസത്തെ വഴി പോയി. യഹോവയുടെ നിയമപെട്ടകം അവർക്ക് വിശ്രാമസ്ഥലം അന്വേഷിക്കേണ്ടതിന് 3 ദിവസത്തെ വഴി മുമ്പോട്ട് പോയി. പാളയം പുറപ്പെട്ടപ്പോൾ യഹോവയുടെ മേഘം പകൽ സമയം അവർക്ക് മീതെ ഉണ്ടായിരുന്നു. യഹോവയുടെ മേഘം അവർക്ക് മീതെ ഉണ്ടായിരുന്നു. പാളയം പുറപ്പെടുമ്പോഴല്ലേ മേഘം പൊങ്ങും. അവർക്ക് തണൽ കൊടുത്തുകൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് നമുക്ക് തണൽ തരും. പരിശുദ്ധാത്മാവ് നമുക്ക് വിശ്രമം തരും. പരിശുദ്ധാത്മാവ് നമുക്ക് ആശ്വാസം തരും. പരിശുദ്ധാത്മാവ് സൂര്യപ്രകാശത്തിലേക്ക് ഏക്കാതോണം നമുക്ക് തടുത്തു നിൽക്കും. ഈ പ്രകൃതിയുടെ ദുരിതങ്ങളും ദ്രോഹങ്ങളും നമ്മൾ ഏൽക്കാതെ വണ്ണം പരിശുദ്ധാത്മാവ് നമുക്ക് മീതെ തണലായി നിൽക്കും. ദൈവത്തിന് സ്തോത്രം. ഈ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുക എന്ന് പറയുന്നത് എന്തൊരു ഭാഗ്യകരമായ അനുഭവമാണെന്നറിയാമോ? എന്തൊരു സുഖപ്രദമായ അനുഭവമാണെന്നറിയാമോ? നാം തനിയെ ഇരുന്ന് പരിശുദ്ധാത്മാവിൻ്റെ ആ സ്നേഹത്തിൻ്റെ ആശ്വാസകരമായ തലോടലേൽക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനം, അത് നാം അനുഭവിക്കേണ്ടതാണ്. പരിശുദ്ധാത്മാവ്, ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്, തീയുടെ ആത്മാവ്, സ്നേഹത്തിൻ്റെ ആത്മാവ്, ശക്തിയുടെ ആത്മാവ്, സുബോധത്തിൻ്റെ ആത്മാവ്, ധൈര്യത്തിൻ്റെ ആത്മാവ്. വേദപുസ്തകം പറയുന്ന വാക്കുകൾ അതെല്ലാം. ധൈര്യത്തിൻ്റെ ആത്മാവ്,
നാം ഭീരിക്കളാകേണ്ട ആവശ്യമില്ല, നാം പതറിപ്പോകേണ്ട ആവശ്യമില്ല, നാം ഭയപ്പാട്ടിൽ പോകേണ്ട കാര്യമില്ല, ഒന്നിനെക്കുറിച്ച് ആകൽപ്പെടേണ്ട കാര്യമില്ല. പരിശുദ്ധാത്മാവ് ഈ ഉഷ്ണക്കാറ്റ് വിടയുന്ന ഈ മരുഭൂമിയിലെ ജീവിതത്തിൽ നമുക്ക് തണൽ നൽകിക്കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ തണൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ തണൽ, മരുഭൂമിയിൽ പരിശുദ്ധാത്മാവ് തണൽ നൽകുന്നു. വേണമോ നിങ്ങൾക്ക് ഈ പരിശുദ്ധാത്മാവിനെ? വേണമോ നിങ്ങൾക്ക് ഈ നടത്തിപ്പ്, ദൈവിക നടത്തിപ്പ്? ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിങ്ങളുടെ പിന്നാലെ വരുന്ന നിങ്ങൾക്ക് അനുഭവിക്കാം. ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾക്ക് അത് അനുഭവിക്കാം. നിങ്ങളുടെ ജീവിതം യേശുക്രിസ്തുവിനെ സ്തുതിച്ചുകൊണ്ട് തുടങ്ങുക. യേശുക്രിസ്തുവിനായി ജീവിതം വേർതിരിച്ചുകൊണ്ട് തുടങ്ങുക. ക്രിസ്തുവിനായി നിങ്ങളുടെ ഭാവി ഏൽപ്പിച്ചുകൊണ്ട് തുടങ്ങുക. നിങ്ങൾ വൈകുന്നേരം രാത്രി ഒന്ന് കിടക്കാൻ നേരത്ത് എല്ലാം ക്രിസ്തുവിൽ വരവേൽപ്പിച്ചുകൊണ്ട്, എല്ലാം ക്രിസ്തുവിനെ ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ രാത്രി കിടന്നുറങ്ങുക. ക്രിസ്തുവിൽ ആശ്രയിച്ചുള്ള ജീവിതം. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഈ മരുഭൂമി പ്രയാണത്തിൽ പരിശുദ്ധാത്മാവിൻ നടത്തിയപ്പോഴുകൂടി ഞാൻ സമാധാനം അനുഭവിക്കാൻ എനിക്ക് ഭാഗ്യം തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ, നിങ്ങൾ തന്നെ സമർപ്പിക്കൂ. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് വേണ്ടി വഴിയൊരുക്കുവാൻ മുന്നേ പോകുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പരിശുദ്ധാത്മാവൻ നടത്തിപ്പ് തന്ന് ഞങ്ങൾ ഈ മരുഭൂമിയിൽ കൂടി നടത്തുന്നതിനാൽ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കർത്താവേ, പരിശുദ്ധാത്മാവ് മേഘം പോലെ ഞങ്ങൾക്ക് മീതെ തണൽ വിരിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ആകുലങ്ങളും അനേകം ഭാരങ്ങളും സങ്കടങ്ങളും ഉള്ള ഈ ലോക ജീവിതത്തിൽ കർത്താവേ, ഞങ്ങൾക്ക് ആശ്വാസവും തണുപ്പും കുളിർമയും തരുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ കടന്നു വരണമേ. ഈ മക്കളെല്ലാം അനുഗ്രഹിക്കണമേ. ഈ മക്കളുടെ മേൽ തർക്കരം വയ്ക്കണമേ. എല്ലാവരെയും ആശ്വസിപ്പിക്കണമേ. എല്ലാവരെയും കൃപയിൽ കാക്കണമേ. കർത്താവേ, യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപമൊക്കെ ശുദ്ധീകരിക്കുന്നതെന്ന് അനുഭവിക്കാനും ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വേണ്ടി കാത്തിരിപ്പാനും ഓരോരുത്തരെയും ഒരുക്കണമേ. എല്ലാ നന്മകളിൽ നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.